സംഘപരിവാർ നേതാവായ ഡി മാവൂദിനെ MG സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കാനുള്ള സർക്കാരിൻ്റെയും ഗവർണറുടെയും ഒത്തുകളി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. RSSന് മുമ്പിൽ കുനിഞ്ഞു നിന്ന ഒരാൾ മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ ഭരണം പിൻസീറ്റിലിരുന്ന് RSS നിയന്ത്രിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആദ്യ സൂചനകളായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി പദവി മുതൽ അഡ്വക്കേറ്റ് ജനറൽ സ്ഥാനത്ത് വരെ അടിമുടി സംഘപരിവാർ അനുകൂലികളെ സതീശൻ പ്രതിഷ്ഠിച്ചത്. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം RSS തുടങ്ങിയിട്ട് വർഷം കുറേയായി. അതിനവർ ഉപയോഗിക്കുന്ന ഉപകരണം കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറെ തന്നെയാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ട് പലതും നടത്തിക്കാൻ സംഘപരിവാർ ശ്രമിച്ചു. എന്നാൽ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരചൂടും കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ടും ആരിഫ് ഖാന് പത്തി മടക്കി പോകേണ്ടി വന്നു. ആരിഫ് ഖാൻ പോയി, അർലേക്കർ വന്നു. കേരളത്തിൽ ഇടതുഭരണം പോയി, കോൺഗ്രസ് വന്നു. കാര്യങ്ങൾ സംഘപരിവാറിന് എളുപ്പവും. കൊച്ചിൻ സർവകലാശാലയിലെ സംഘപരിവാർ അധ്യാപക സംഘടനയായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് സംഘിന്റെ സ്ഥാപക നേതാവാണ് ഈ ഡി മാവൂദ്. ചട്ടപ്രകാരം വൈസ് ചാൻസലർ ആക്കേണ്ടവരുടെ പട്ടിക യഥാസമയം നൽകാതെ സർക്കാർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴടങ്ങുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ DC നിയമം. ഒരു സംഘപരിവാർ നേതാവിനെ DC ആക്കിയിട്ടും മുഖ്യമന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. LDF സർക്കാരിൻ്റെ സമയത്ത് സാബു തോമസ് വൈസ് ചാൻസലർ പദവി ഒഴിഞ്ഞപ്പോൾ സർക്കാർ 3 സീനിയർ പ്രൊഫസർമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയിരുന്നു. ആ പട്ടികയിൽ നിന്നാണ് ഡോക്ടർ CT അരവിന്ദകുമാറിന് DC-യുടെ പൂർണ്ണ ചുമതല നൽകിയത്. എന്നാൽ ഇത്തവണ ഇതൊന്നും ഉണ്ടായി. UDF-ലെ പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കുറ്റകരമായ മൗനം തുടരുകയാണ്. കേരളത്തിലെ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരെന്ന് പറയുന്നവരുടെ മൂക്കിന് താഴെ ഇത്തരം കാവ്യവൽക്കരണം നടക്കുമ്പോൾ ഇവർ ഇങ്ങനെ ഭയന്നിരിക്കുന്നത് എന്തിനാണ്? വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് മതേതരത്വത്തിന് ഭീഷണിയാകുന്ന ഇത്തരം നിർണായക നിയമനങ്ങളെ ചോദ്യം ചെയ്യാൻ ലീഗ് മടിക്കുന്നത് വഞ്ചനാപരമാണെന്ന് പറയാതെ വയ്യ.